മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നയൻത് ചാപ്റ്ററായ നമ്പർ റിലേഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ സംഖ്യാബന്ധങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആർ ഡിവിസിബിൾ ബൈ 2, 4, 5 ഓർ 10. ഫോർ ദ അതേഴ്സ് ഫൈൻഡ് ദ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ ഈച്ച് ഓഫ് ദിസ്. താഴെ കൊടുത്തിട്ടുള്ള നമ്പേഴ്സിൽ 2ഉം 4ഉം 5ഉം 10ഉം ഇതുകൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അല്ലാത്തവയുടെ റിമൈൻഡർ കണ്ടെത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3624 ഡിവിസിബിൾ ബൈ 2 ആണ് അല്ലേ. 3624 ഡിവൈഡഡ് ബൈ 2. ഇതിൻ്റെ എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പർ നോക്കുക. ലാസ്റ്റ് നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 3625 ഡിവൈഡഡ് ബൈ 2. ലാസ്റ്റ് നമ്പർ നോക്കുക. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നില്ല അല്ലേ. ബാക്കി എത്രയാണ്? 2 × 2 4 ആണ്. ബാക്കി റിമൈൻഡർ അവിടെ 1 വന്നിട്ടുണ്ട്. അപ്പോൾ റിമൈൻഡർ 1 ആണ്. ഇനി 3626ൻ്റെ ലാസ്റ്റ് നമ്പർ 6 ആണ്, 6 ആണ്. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3 × 2 6 ആണ് വരുന്നത്. ലാസ്റ്റ് 3630 ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 4ൻ്റെ ഡിവിഷൻ നോക്കാം. 3624 ഡിവൈഡഡ് ബൈ 4. ലാസ്റ്റ് 4ൻ്റെ ഡിവിഷൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ലാസ്റ്റത്തെ നമ്പറിൻ്റെ ലാസ്റ്റ് 2 നമ്പർ എടുക്കുക. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 × 6 24 ആണ്. അപ്പോൾ ഇത് ഓക്കെ ആണ്. ഇനി 3625 ഡിവൈഡഡ് ബൈ 4. ലാസ്റ്റത്തെ 2 നമ്പർ എടുക്കുക. 25 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എന്താണ് വരിക? 4 × 6 24 ആണ് വരിക. 25 വരില്ല. അപ്പോൾ 24 ആണ്. എക്സ്ട്രാ ബാക്കി എത്രയുണ്ട്? 1 ബാക്കിയുണ്ട്. അപ്പോൾ റിമൈൻഡർ മിച്ചം എത്രയാണ് വരിക? 1 വരും. 3626 ഇതിൽ ലാസ്റ്റ് നമ്പർ 26 ആണ്. 26 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4 × 6 എത്രയാണ്? 24. ബാലൻസ് എത്ര വരും? 2 ബാലൻസ് വരും. അപ്പോൾ റിമൈൻഡർ 2 ആണ്. പിന്നെ 3630 ലാസ്റ്റ് നമ്പർ 30. 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 4 × 7. ലാസ്റ്റ് 3630. 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? 4 × 7. 4 7 എത്രയാണ്? 28 ആണ്. ബാലൻസ് എത്ര വരും? 2 ബാലൻസ് വരും. അപ്പോൾ റിമൈൻഡർ 2 ആണ് വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 5നേക്കാൾ ചെറുത് 5നേക്കാൾ ചെറിയ നമ്പറാണ്, ലാസ്റ്റ് ഡിജിറ്റ് ചെറിയ നമ്പറാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ തന്നെയാണ് റിമൈൻഡർ ആയിട്ട് വരിക, മിച്ചമായിട്ട് വരിക. അതല്ല 5നേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിന്നും 5 മൈനസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3624 ലാസ്റ്റ് നമ്പർ 4 ആണ്. ഇത് 5നേക്കാൾ കുറവായതുകൊണ്ട് തന്നെ റിമൈൻഡർ ആയിട്ട് 4 വരും. ഇനി 25 അല്ലേ. ലാസ്റ്റ് നമ്പർ 5 ആണ്. ഇവിടെ 5 ആണ്. 5ൽ നിന്നും 5 മൈനസ് ചെയ്താൽ 0 ആണ്. അപ്പോൾ ഇത് ഓക്കെ ആണ്. അപ്പോൾ റിമൈൻഡർ 0 ആണ് വരിക. അപ്പോൾ ഈ ഒരു നമ്പർ 3625നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. പിന്നെ 3626 ലാസ്റ്റ് നമ്പർ 6 ആണ്. ഇവിടെ 5 ആണ് വന്നേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? റിമൈൻഡർ കണ്ടെത്താൻ 6ൽ നിന്നും 5 മൈനസ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. ലാസ്റ്റ് 3630 0 ആണ് വന്നേക്കുന്നത്. 0 5നേക്കാൾ ചെറുതാണ് അല്ലേ. 0 5നേക്കാൾ ചെറുതായതുകൊണ്ട് തന്നെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് 10ൻ്റെ ഡിവിസിബിൾ നോക്കാം. 10ൻ്റെ എങ്ങനെയാണ്? അതിൻ്റെ റിമൈൻഡർ എത്രയാണോ ലാസ്റ്റ് നമ്പർ, ആ ഒരു സംഖ്യയുടെ ആ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ എത്രയാണോ അതായിരിക്കും റിമൈൻഡർ ആയിട്ട് വരിക. ഇവിടെ ലാസ്റ്റ് നമ്പർ 4 ആണ്. അപ്പോൾ റിമൈൻഡർ 4 ആണ്. ഇവിടെ 5 ആണ്. അപ്പോൾ റിമൈൻഡർ 5 ആണ്. അപ്പോൾ ഇവിടെ 6 ആണ്. അപ്പോൾ റിമൈൻഡർ ഓർ മിച്ചം 6 ആണ് വരിക. ഇവിടെ 0 ആണ്. അപ്പോൾ എന്താണ് അർത്ഥം? 3630 10 കൊണ്ട് കറക്റ്റായിട്ട് ഡിവിസിബിൾ ചെയ്യാൻ കഴിയും, അതായത് ഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ദ നമ്പർ 3624 അല്ലേ 3624 ഈസ് ഡിവൈഡഡ് ബൈ ദ നമ്പേഴ്സ് ഗിവൺ ബിലോ. ഈ ഒരു നമ്പറിനെ താഴെ കാണുന്ന നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഇതാണ് വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? അതായത് 3624നെ എന്താണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താണ് കിട്ടുക? 10 കൊണ്ടാണ് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് നമ്പർ ആയിരിക്കും അവിടെ റിമൈൻഡർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്പർ 4 ആണ് റിമൈൻഡർ. നെക്സ്റ്റ് വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3624നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്താകും ആൻസർ വരിക?
5ന്റെ എന്താണ്, അതായത് ലാസ്റ്റ് നമ്പർ 5നേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു നമ്പർ തന്നെയാണ് അവിടെ റിമൈൻഡർ ആയിട്ട് വരിക അല്ലേ. ഇവിടെ 5നേക്കാൾ കുറവല്ലേ, ലാസ്റ്റ് നമ്പർ 4 ആണ്, 5നേക്കാൾ കുറവാണ്, അപ്പോൾ റിമൈൻഡർ എത്രയാണ് വരിക, റിമൈൻഡറും 4 ആണ് വരിക. നെക്സ്റ്റ് വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 2? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3624നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ ലാസ്റ്റ് നമ്പർ നോക്കുക 4. ലാസ്റ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. 4ൽ 2 രണ്ട് പ്രാവശ്യം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്, റിമൈൻഡർ ഇല്ല. ഓക്കെ, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 4? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോഴോ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയാണ് 4 കൊണ്ട് ഡിവൈഡ്. ലാസ്റ്റ് രണ്ട് നമ്പർ എടുക്കുക, അതിന് ലാസ്റ്റ് രണ്ട് നമ്പർ എടുത്തിട്ട് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ വേണ്ടി 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നുണ്ടല്ലേ. അതായത് 5 × 4 20 ആണ്, 6 × 4 24 ആണ്. അപ്പോൾ റിമൈൻഡർ എത്രയാണ് വരിക? അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 ആണ് വരിക. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 100? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. 3624നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്, ലാസ്റ്റ് വരുന്ന രണ്ട് നമ്പർ ആയിരിക്കും അതിന്റെ റിമൈൻഡർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്, 24 ആണ് ഇവിടെ റിമൈൻഡർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഇതിലെടുത്തേക്ക് ഓക്കെ അല്ലേ?